ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് കാലത്തെ ഒരു 9 മണിയായിന്. ആ സമയത്ത് പൈപ്പെല്ലാം ഇടാൻ ആൾക്കാർ വന്നിട്ടുണ്ടായി. വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ റോട്ടിൻ്റെ അടുത്തെല്ലാം കുഴിച്ചിട്ടിട്ട് നമ്മൾ വെള്ളത്തിലേക്കല്ല വെക്കുന്നില്ല പൈപ്പ് വെള്ളത്തിൻ്റെ, അതിൻ്റെ ആളെല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ ഒരു പണിയെടുക്കുന്ന വീഡിയോ ഞാൻ ഒന്നെടുത്തത്. അപ്പോൾ നിങ്ങളവിടെല്ലാം ഇങ്ങനെ പൈപ്പ് വെച്ചിനാ? പിന്നെ ഓരോരാൾ വെക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളവിടെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടാ? എല്ലാം കമൻ്റൊക്കെ വാ. കുറേ അടുത്തെല്ലാം മുമ്പേ വെച്ചിട്ട് ഇതെല്ലാം പൊളിഞ്ഞിട്ട് പോയി എന്ന് പറയുന്നത് കേട്ടനെ. പിന്നെ വെള്ളം ഇതുവരെ വന്നിട്ടില്ലല്ലോ. എല്ലാവർക്കും ഒക്കെ തന്നെ വരുന്നതായിരിക്കും. എല്ലായിടത്തും പൈപ്പ് ഇട്ടിട്ടാണ്ടേ കുറേ അടുത്ത് മുമ്പേ വെച്ചിട്ട് എല്ലാം നായും പയ്യും എല്ലാം ഇതാക്കിയിട്ട് എല്ലാം പൊളിഞ്ഞിട്ട് പോയി എന്ന് പറയുന്നല്ല കേട്ടിന്. അപ്പോൾ ഇനി ഒരു ഉച്ചക്കത്തെ വിശേഷം. അപ്പോൾ ആക്കുറ കൊടുത്തിട്ടുണ്ടായി, മീൻ ആക്കുറ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇതിനെ ഞാൻ ചാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷായ ആക്കുറ വെക്കും, എല്ലാം മുറിച്ചിട്ട് കൊടുന്നതിനെ വെക്കും. നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ മുറിച്ചിട്ടാകുമ്പോൾ കത്തിയൊന്നും മുറിച്ചില്ലെങ്കിൽ അത് മുറിച്ചങ്ങനെ ശരിയാകുന്നില്ലല്ലോ. ഓറ് മുറിച്ചിട്ട് തന്നെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നല്ലേ. അപ്പോൾ ഞാൻ ചാറിന് അരക്കാനെല്ലാം ഇട്ടിനെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഇല്ലേ ബ്ലോഗായിട്ട് ഞാൻ ഇട്ടിനത്. അപ്പോൾ ഞാൻ ചാറ് കലന്നെടുക്കുന്ന ഇതൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചാറ് മാത്രം പോരാല, നമുക്ക് കാച്ചണം വേണമല്ല. കാച്ചാൻ വേണ്ടിയിട്ട് 4 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ആക്കൂറിൻ്റെ പീസ് 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാറൊന്നും മണക്കാലല്ല, ചാറ്റിനിടാൻ വേണമല്ല. അധികം ഇവിടെ മഞ്ഞത്തണ്ണി എന്നാക്കല്, ചാറ് കുറവ് എന്നാക്കുന്നത്. ഇപ്പം നല്ല ആക്കൂറിൻ്റെ പൂളെല്ലാം കിട്ടിയല്ലേ, അപ്പോൾ നമുക്ക് ചാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ചാറാക്കുന്നത്. പിള്ളേർക്കെല്ലാം മഞ്ഞത്തണ്ണി എന്നാണോ, അല്ലെങ്കിൽ അവർക്ക് ചോറിറങ്ങാല. അപ്പോൾ ഞാൻ ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഉപ്പിട്ടിട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് അതിലേക്ക് മുളകിൻ്റെ പൊടി നമുക്ക് എത്ര കാരം വേണം അത്ര ഇടാം. ഞങ്ങൾക്കെല്ലാം കുറച്ച് ജാസ്തി കാരം വേണം, അങ്ങനെ ഞാൻ കുറച്ച് ജാസ്തി തന്നെ ഇട്ടിട്ട് കൊടുത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് പുളി വേണം. പുളി വെള്ളത്തിൽ കുറച്ച് മിക്സാക്കിയിട്ട് ആ വെള്ളത്തിന് ഒഴിച്ചിട്ട് കൊടുക്കണം. പുളി ഇട്ട് കൊടുക്കാനല്ല, പുളി നമുക്ക് കാച്ചിയാൽ കടിക്കുമ്പോൾ നമുക്ക് പുളി തന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടെങ്കിൽ വേറെ എന്തും ഇതില്ല. ഉപ്പെല്ലാം തേഞ്ഞിനാന്ന് നോക്കണോ. ഇപ്പോൾ പുളി ഇട്ടിട്ടാകുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. നമുക്ക് ഉപ്പെല്ലാം തേഞ്ഞിനാന്ന് നോക്കിയിട്ട് അതിലിട്ടിട്ട് കൊടുക്കണം. മീനെല്ലാം മുകളിൽ വരക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച്, പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചിട്ടെടുക്കാം. അപ്പോൾ ആ സമയത്ത് സാധനമെല്ലാം കൊണ്ടുവന്നിന്, സാധനത്തിന് പോയിട്ടുണ്ടായി. അപ്പോൾ സാധനമെല്ലാം കൊണ്ടുവന്നിന്, മാഗി പിന്നെ മല്ലിച്ചപ്പ് പിന്നെ വേണ്ട സാധനമെല്ലാം കൊണ്ടുവന്നിന്. അങ്ങനെ ഫ്രൂട്ട്സും കൊണ്ടുവന്നിട്ടുണ്ടായി, ആപ്പിള് പിന്നെ പറലക്കായി. ഇപ്പോൾ പറലക്കായി എല്ലാം കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പറലക്കായ്ക്ക് എല്ലാം കുറച്ച് വിലയാണ്. നല്ല നല്ല പറലക്കായി, നല്ല മധുരമുണ്ട്. ഞങ്ങളടുക്ക് എപ്പം കൊണ്ടുവരുന്നു പറലക്കായി, നല്ല മധുരമുണ്ട്. പിന്നെ ആപ്പിളിനെല്ലാം ഭയങ്കര വിലയാണെന്ന് തോന്നുന്നു. ആപ്പിളും കൊണ്ടുവരലുണ്ട്. പിന്നെ ഉറുമപ്പായം ഉണ്ടല്ലോ, ഉറുമപ്പായം കൊണ്ടുവന്നിന്. 2-3 ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിന്. അപ്പോൾ ഞാൻ അതിനെല്ലാം എടുത്തിട്ട് വെക്കുന്നുണ്ട്. അതിനെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ ചാറിനെല്ലാം അരിഞ്ഞിട്ടായിട്ട് നമുക്കെല്ലാം നല്ല എടുത്തിട്ടായിട്ട് അതിലേക്ക് ഉള്ളി, കറിച്ചപ്പല, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ഇടണോ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ടായിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം. സൗണ്ടേ ഇല്ല, ചുമയും പനിയെല്ലാം ആയിട്ട് കുറഞ്ഞത്. ഇപ്പോൾ ചുമ ഒന്നും പോയിട്ടേ ഇല്ല, അങ്ങനെ സൗണ്ടേ ഇല്ല. അങ്ങനെ വോയിസിനെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറി തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിനെ. പിന്നെ കുറേ പണിയുണ്ടല്ലോ, നമ്മൾ പുരയിൽ എത്ര പണിയുണ്ട്. ഒരു ദിവസത്തെ പണിയല്ലെങ്കിൽ എത്രയോ ഉണ്ട് നമുക്ക്. പിന്നെ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചാടെ ആ സമയത്ത് നമുക്ക് അതിനടെ പിടിച്ചിട്ട് നിന്നെങ്കിൽ നമുക്ക് ശരിയാവില്ല, നമുക്ക് വേറെയും പണിയെടുക്കണമല്ല. അപ്പോൾ മല്ലിച്ചപ്പെല്ലാം കൊടുത്തിട്ടുണ്ടായി. ഞാൻ അതിൻ്റെ തണ്ടെല്ലാം എടുത്തിട്ട് ചപ്പലിനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കൊടുന്ന പാടി ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ ഇല്ലേ കുറേ ദിവസം എന്താകുന്നില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ, കവറിലും അങ്ങനെ കെട്ടിയിട്ട് വെച്ചെങ്കിൽ എന്താകുന്നില്ല കുറേ ദിവസം. പിന്നെ ഒരു ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ടായി. ആ ക്യാപ്സിക്കം ഞാൻ വേറൊരു ബോക്സിലാക്കിയിട്ട് വെച്ച്, അത് രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ നമ്മളെ ചോറെല്ലാം റെഡിയായിന്. കറി തിളക്കാൻ വെച്ചിട്ട് വന്നിട്ടുണ്ടായല്ലേ. അപ്പോൾ അതെല്ലാം തളിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ മീൻ ഇട്ടിട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ അത് ഈ വീഡിയോയിൽ കണ്ട പോലെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്, കയ്യിലിടുന്നില്ല, ഇങ്ങനെ ഇളക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കടുവും കൊടുത്തിട്ടുണ്ടായി, ആ കടുവിന് ഞാൻ കുപ്പിയിലിട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ കടുവിനെല്ലാം കുപ്പിയിലിട്ടിട്ട് വെച്ച് ഇങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇല്ലേ ഇതെല്ലാം ഇങ്ങനെ ഒത്തരാക്കിയിട്ട് വെച്ചെങ്കിൽ വയ്യ എന്തോ പണി ഉണ്ടാകുന്നില്ലല്ലോ നമുക്ക്. ഇപ്പോൾ ആ കറിയെല്ലാം തിളപ്പിക്കുന്നതിൻ്റെ അടുക്ക് ഇപ്പോൾ 2-3 പണിയായില്ല നമുക്ക്. ഇനി മീൻ കാച്ചണ്ടേ, മീൻ കാച്ചാൻ വെച്ചിട്ടുണ്ടായല്ലേ അതിനെ കാച്ചിട്ടെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഫസ്റ്റ് കറച്ചപ്പലിട്ട് കൊടുത്ത്, കറച്ചപ്പലിട്ടിട്ട് മീൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് കറച്ചപ്പലിട്ടിട്ട് കൊടുത്തിനെ. അപ്പോൾ എല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചാകുമ്പോൾ തിരിച്ചിട്ടിടാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഫ്രൈയും ആയിട്ടുണ്ട്. ഇനി കുറേ തുണിപ്പായെല്ലാം നൽകാനുണ്ടായി, പിന്നെ മിഷനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നല്ലോണം മണ്ണുള്ളതെല്ലാം ഞാൻ കയ്യിൽ നൽകുന്നത്, കല്ലിൽ പോയിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ മണ്ണില്ലാത്തതെല്ലാം ഈ മിഷനിലേക്ക് ഇടുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതിലേക്ക് ഇത് തുറന്നിട്ട് അതിലേക്കല്ലേ സർപ്പ് ഇടുന്നത്, ആ സർപ്പ് അതിലേക്ക് ഇട്ടിട്ടായിട്ട് പിന്നെ സർഫ് എക്സൽ ഉണ്ടല്ലേ ഈ ലിക്വിഡ്, അത് ഞാൻ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിഷന് നമുക്ക് നല്ലത്, എന്തു പണിയില്ലല്ലോ ഇത്. ഇതിൽ തുണി ഇട്ടെങ്കിൽ ഉണങ്ങിയിട്ട് തന്നെ വരുന്നത്, നമുക്ക് ഇപ്പോൾ ഉണക്കാൻ അപ്പുറത്തേക്കൊന്നും ഇടേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ മിഷൻ ആയതുകൊണ്ട് നല്ല കൊണാന്ന്. മറ്റേ മിഷനിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കണോ അതിലേക്ക് ഉണക്കാനിടണോ കുറേ പണിയുണ്ടല്ലോ. ഇപ്പോൾ എന്തുമില്ല, ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെങ്കിൽ ഇത് ഉണങ്ങിയിട്ട് വരുന്നത്. ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. ഇതിനാട്ടിയും കൂടുതൽ പണിയുണ്ട്, ഞാനിപ്പോൾ ഒന്നും കാണിച്ചിട്ടില്ല, കുറച്ച് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് മാത്രം. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുവാ. അപ്പോൾ എല്ലാവരും ആരും മിസ്സാക്കണ്ട, എല്ലാവരും ലൈക്കാക്കിറവാ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണവാ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇതിൽ കുറച്ച് ഉൾപ്പെടുത്തിയത് മാത്രമേ, അതിനും കുറേ വിശേഷമെല്ലാം ഉണ്ട്. നല്ല വിശേഷമായിട്ട് വീണ്ടും വരുവാ. അസ്സലാമു അലൈക്കും.